ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓർഡേഴ്സ് എന്ന് വെച്ചെങ്കിൽ നെഗറ്റ്സ് കേട്ടോ. അപ്പോൾ നെഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നെഗറ്റ്സാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. അതിനേക്കാൾ ഈസി ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ ഒരു കിലോ വരെ എല്ലില്ലാത്ത ഇറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ബോൺലെസ് ചിക്കന് ഞാൻ 1 കിലോ വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാല ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു 10 സ്ലൈഡ് ബ്രെഡും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോന് ചിക്കന് 10 സ്ലൈഡ് ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ പേസ്റ്റ് അത്രയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടി ചേർത്തിട്ട് നല്ല പാല് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. നല്ല പാൽ അടിച്ചെടുക്കുക. പിന്നെ ആവശ്യമാണെങ്കിൽ കസൂരി മേത്തിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിനും കൂടിയാണ്. ഇല്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാം. അപ്പം കുറേ ഇട്ടില്ല, 2 സ്പൂണാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ഇത്ര മാത്രം ഇട്ടിട്ട് കുറച്ച് സ്ലൈഡ് ബ്രെഡും കൂടിയിട്ട് നല്ല പാല് നൈസാക്കിയിട്ട് അരച്ചെടുക്കട്ടെ. ഞാൻ കഴിഞ്ഞ ടൈംസ് ഉണ്ടാക്കിയ വെച്ചതിലേക്ക് നീരുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പം ഇതും കൂടി ഇങ്ങനെയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു നെഗറ്റ്സിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ വരുമാനം ഇല്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രോസൺ ആക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാട്ടോ. കാരണം ഇപ്പോൾ റമളാനിൽ എല്ലാവർക്കും ഇഫ്താറിന് ആയിട്ടുള്ള സ്നാക്സ് ഇത് തന്നെയാട്ടോ കൂടുതൽ പേർക്ക് ആവശ്യം. കാരണം കൂടുതൽ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ എണ്ണ കുടിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് ഞാൻ 2 ടൈംസ് ആയിട്ടോ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് അരച്ചെടുത്ത ശേഷം കുറച്ച് എനിക്ക് മല്ലിയില ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു പിഞ്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ ഇതെല്ലാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടാൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബ്രെഡിനെക്കാട്ടിയും ക്വാണ്ടിറ്റി ചിക്കനിൽ തന്നെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാകും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇത് ഫ്രോസൺ ആക്കിയിട്ടാണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാം. ഒരു പാക്കറ്റിന് 150 രൂപയായിട്ടാണ് വരുന്നുള്ളത്. ഒന്നിൽ 16 പീസ് നെഗറ്റ്സാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് റെഡിയായതിനു ശേഷം മറ്റേ എഗ്ഗാണ് രണ്ടാമത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, മിക്സിയിൽ ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് നമുക്ക് ചപ്പാത്തി ചുടുന്ന പ്രസ്സിലും ചെയ്തെടുക്കാം, പത്തൽ പ്രസ്സിലും ചെയ്തെടുക്കട്ടെ. ഞാനിത് പത്തൽ പ്രസ്സിലാണ് ഇതുപോലെ പരത്തി എടുത്തിട്ടുള്ളത്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പത്തൽ പ്രസ്സിലാകുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ചുടുന്ന റോളിൽ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തെങ്കിൽ മാത്രം മതി. എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ ഇട്ടിട്ട് നല്ല പാല് ഫ്രിഡ്ജിൽ സെറ്റാക്കാം, ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. സെറ്റാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇതുപോലെ ഉണ്ടാക്കിയെങ്കിൽ. ബാക്കിയുള്ള കട്ട്ലൈറ്റ്, സമൂസ, റോളിനും കാട്ടും ഈസിയും അതെ. നമുക്ക് ഫ്രീസറിൽ ഇങ്ങനെ എത്ര കാലം, ഒരു 2 മാസം വരെ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഒന്നും പറ്റില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നെഗറ്റ്സ് വേണമെങ്കിൽ നല്ല റേറ്റ് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയാൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. ചെറിയ ലാഭത്തിന് നമുക്ക് നല്ലൊരു ബിസിനസ്സും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പറ്റുവാണെങ്കിൽ സെയിൽസ് ചെയ്യട്ടോ. ഇതൊരു തിക്നെസ്സിലാണ് ഇത് വരുന്നുള്ളത്. പിന്നെ ഇത് മുട്ടയിലും ബ്രെഡിലും മുക്കി പൊരിക്കുമ്പോൾ പിന്നെയും കൂടി തിക്നെസ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ തിക്നെസ് ആയെങ്കിൽ ചിക്കന് വെന്ത് കിട്ടൂല, വേറെ ചിക്കനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ തിക്നെസ്സിൽ മതി കേട്ടോ. അപ്പോൾ നെഗറ്റ്സിനെല്ലാം കട്ടാക്കിയിട്ട് കഴിഞ്ഞ് ഇനി മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ കവറാക്കിയിട്ട് നല്ല പാല് പാക്ക് ചെയ്ത് വെക്കലാണ്. ഇപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും സ്പോട്ടിന് റെഡിയാക്കുന്നതിനായിട്ടും ബെറ്റർ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഫ്രോസൺ ആക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാനൊക്കെ ചെയ്യൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും മാക്സിമം ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കൂടുതൽ എരിവൊന്നുമില്ല. അത്യാവശ്യം എല്ലാം സ്പൈസസ് എല്ലാം കുറച്ച് മാത്രം ഇട്ടതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഫ്താറിനാണെങ്കിലും സെയിൽസ് ചെയ്യാൻ പറ്റുകയാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക. എന്നിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെയിൽസ് ചെയ്യുക. കാരണം ഇപ്പോൾ ചിക്കനൊക്കെ ചെറിയ വിലയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാനും ഈസിയാണ്. ചെറിയ റേറ്റിന് ചിക്കനും കിട്ടും. അപ്പം എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇതുപോലത്തെ കുറേ റെസിപ്പി വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. കുറേ വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്ര ഈ ചിക്കനിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു പാക്കറ്റിൽ 16 എണ്ണം, അങ്ങനെ 3 പേക്കാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പാക്കറ്റിൽ 16 എണ്ണം എനിക്ക് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ 3 പേക്കാക്കിയിട്ടാണ് റെഡിയാക്കി വെക്കുന്നുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പലഹാരത്തിൻ്റെ ആണെങ്കിലും ഇതുപോലത്തെ സ്നാക്സ് ഐറ്റംസിന് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. ചാനൽ കയറി ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാതെയാണ് പോകുന്നുണ്ട്. പ്ലീസ് ഒന്ന് ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കട്ടെ. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം റെഡി ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.